ഹലോ everyone, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡയറി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് മോണിറ്ററി പോളിസി കമ്മിറ്റി, ചാങ്കെ 6, ഡി-ഡേ, ജെയ്ഡ്സ്, GSZ-14O, പ്ലേസസ് ന്യൂസ് ആയിട്ട് വെസ്റ്റ് ബാങ്ക്. ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ റിപ്പോ റേറ്റ് മോണിറ്ററി പോളിസി കമ്മിറ്റി ഈ ക്വാർട്ടറിൽ മാറ്റാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 13 വന്നിട്ടുണ്ട്. ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിൽ RBIനെ റെഗുലേറ്റ് ചെയ്യുന്ന RBI ആക്ട് അനുസരിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ അനുസരിച്ച് വന്നിട്ടുള്ളൊരു ബോഡിയാണെന്ന് മനസ്സിലാക്കുക. ഇത് 2014 വന്നിട്ടുള്ളൊരു RBI അമെൻമെൻറ്റ് ആക്ട് ഉണ്ട്. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിന് വന്നിട്ടുള്ളൊരു അമെൻമെൻ്റ് ആണ് 2016 വന്നിട്ടുള്ള RBI അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ RBI അമെൻമെൻറ്റ് ആക്ടിലൂടെ RBI ആക്ടിനകത്ത് ഒരു സെക്ഷൻ 45ZB എന്ന് പറയുന്ന പുതിയൊരു സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെക്ഷനകത്ത് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് ഒരു 6 മെമ്പർ മോണിറ്ററി പോളിസി കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. അതായത് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് 6 മെമ്പേഴ്സ് ആയിരിക്കും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി നിലവിൽ വരുന്നത്. ഇനി മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ പർപ്പസ് എന്ന് പറയുന്നത് ഒന്ന്, നമ്മുടെ ഇന്ത്യയിലുള്ള ബെഞ്ച് മാർക്ക് പോളിസി റേറ്റ് എന്നറിയപ്പെടുന്ന റിപ്പോ റേറ്റ് ഫിക്സ് ചെയ്യുകയാണ്. രണ്ടാമതായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന റിപ്പോ റേറ്റ് ഫിക്സ് ചെയ്യുന്നതിലൂടെ RBI പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റ് ഉണ്ട് ഇന്ത്യക്ക്. അത് 4% ആണ്, ±2%. ദാറ്റ് മീൻസ് 2%-ൻ്റെയും 6%-ൻ്റെയും ഇടയിലായിരിക്കണം ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ആ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ലെവലിനകത്ത് നിൽക്കുന്ന രീതിയിൽ ബെഞ്ച് മാർക്ക് പോളിസി റേറ്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് 6 മെമ്പേഴ്സാണ്. അതിനകത്ത് ചെയർമാനായിട്ടിരിക്കുക RBI ഗവർണറാണ്. ഇനി അതുകൂടാതെ മോണിറ്ററി പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മോണിറ്ററി പോളിസിയുടെ ഇൻചാർജുള്ള RBIയുടെ ഡെപ്യൂട്ടി ഗവർണറും ഇതിനകത്തൊരു മെമ്പറായിരിക്കും. അതുപോലെ തന്നെ RBIയുടെ ബോർഡ് റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുന്ന ഒരു മെമ്പറും കൂടി ഉണ്ടാവും. അങ്ങനെ RBIയുടെ ഭാഗത്തു നിന്ന് 3 ആളുകളുണ്ടാവും. ബാക്കി റിമൈനിങ് 3 പേരെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നോമിനേറ്റ് ചെയ്യുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി മെമ്പേഴ്സ് അറിയപ്പെടുന്നത് എക്സ്റ്റേണൽ മെമ്പേഴ്സ് എന്നാണ്. ഈ എക്സ്റ്റേണൽ മെമ്പേഴ്സിൻ്റെ ടെന്യൂർ എന്ന് പറയുന്നത് 4 വർഷം ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ കോറം എന്ന് പറയുന്നത് 4 മെമ്പേഴ്സാണ്. അപ്പോൾ അതിനകത്ത് ഈ 4 മെമ്പേഴ്സ് ചേർന്ന് കഴിഞ്ഞാൽ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് നടത്താൻ പറ്റും. പക്ഷേ ഈ 4 പേരിൽ ഗവർണർ ഉൾപ്പെടണമെന്ന് നിർബന്ധമാണ്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ചാങ്കെ 6നെ കുറിച്ചാണ്. ഈ ചാങ്കെ 6നെ കുറിച്ച് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ചൈനയുടെ ലൂണാർ മിഷൻസിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ള ലൂണാർ മിഷനാണ് ചാങ്കെ 6. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് വീണ്ടും ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന ചാങ്കെ 6ൻ്റെ മിഷനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് ഈ മൂണിൻ്റെ ഫാർ സൈഡിനകത്ത് സോഫ്റ്റ് ലാൻഡിങ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മൾക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത മൂണിൻ്റെ സൈഡിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തുക എന്നുള്ളത്. അപ്പോൾ ആ സോഫ്റ്റ് ലാൻഡിങ് നിന്ന് നടത്തിയതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വേൾഡ് പേജിനകത്ത് വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് വീണ്ടും ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാങ്കെ 6 എന്ന് പറയുന്നത് ബേസിക്കലി ചൈനയിലെ ലൂണാർ ഗോഡസിനെ, അതായത് ചൈനീസ് സിവിലൈസേഷനകത്ത് അവരവരുടെ മൂൺ ഗോഡസിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അവിടുത്തെ ചന്ദ്രൻ്റെ ദേവതനെ വിളിക്കുന്ന പേരാണ് ചാങ്കെ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയുടെ ലൂണാർ മിഷൻസിൻ്റെ എല്ലാത്തിൻ്റെയും പേര് ഇത് തന്നെയാണ്. ചാങ്കെ 1, 2, 3, 4, 5. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നേക്കുന്ന ചാങ്കെ 6 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഈ ചൈനയുടെ ലൂണാർ മിഷൻ എന്ന് പറയുന്നത് ഒരു 4 സ്റ്റേജസ് ആയിട്ടാണ് അവർ പറയുന്നത്. 3-4 സ്റ്റേജസ് ആയിട്ടാണ് പറയുന്നത്. അതിനകത്തുള്ളൊരു 3rd സ്റ്റേജാണ് ഈ പറയുന്ന സാമ്പിൾ റിട്ടേൺ മിഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന ലൂണാറിൽ അവരുടെ ഈ ലൂണാറിന് ഓർബിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സാറ്റലൈറ്റ്സിനെ ലോഞ്ച് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഫ്റ്റ് ലാൻഡിങ്ങും. മൂന്നാമതായിട്ട് പറയുന്നത് ലൂണാർ സാമ്പിൾ റിട്ടേൺ മിഷനാണ്. അതായത് മൂണിൽ നിന്ന് സാമ്പിൾസ്, റോക്സും അവിടുത്തെ മണ്ണും ഒക്കെ കളക്ട് ചെയ്ത് ഭൂമിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ ഇത്തരത്തിൽ ഈ ചാങ്കെ 5 എന്ന് പറയുന്നത് അവരുടെ ആദ്യത്തെ ലൂണാർ സാമ്പിൾ റിട്ടേൺ മിഷനായിരുന്നു. അതിനകത്ത് 2ാമത്തെ ലൂണാർ സാമ്പിൾ റിട്ടേൺ മിഷനാണ് ചാങ്കെ 6. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് മനുഷ്യനെ മൂണിലെത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ചാങ്കെ 6 എന്ന് പറയുന്നത് ചൈനയുടെ ഒരു സാമ്പിൾ റിട്ടേൺ മിഷനാണെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ ലോകത്തിൽ മൂണിൽ നിന്ന് അല്ലെങ്കിൽ ചന്ദ്രനിൽ നിന്ന് സാമ്പിൾസ്, അതായത് ഈ റോക്സും അവിടുത്തെ മണ്ണും ഒക്കെ തിരിച്ച് ഭൂമിയിലേക്ക് ഇത്തരത്തിൽ സാമ്പിൾ റിട്ടേൺ മിഷൻസ് സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്തിട്ടുള്ള 3 രാജ്യങ്ങളേ ഉള്ളൂ. അത് US-ഉം അതുപോലെ തന്നെ USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനും പിന്നെ ഏറ്റവും അവസാനം ചൈനയുമാണ്.
അപ്പോൾ ഈ ചാങ്കെ 6 മിഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഓൾറെഡി ഈ ചാങ്കെ 5 സക്സസ്ഫുൾ ആയിട്ട് ഈ സാമ്പിൾ റിട്ടേൺ മിഷൻ കണ്ടക്ട് ചെയ്തതാണ്. പിന്നെ എന്തിനാണ് വീണ്ടും ഒരു മിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇപ്രാവശ്യം ഇവർ സാമ്പിൾ കളക്ട് ചെയ്യാൻ പോകുന്നത് മൂണിൻ്റെ ഫാർ സൈഡിൽ നിന്നാണ്. അതായത് നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത സൈഡിൽ നിന്നാണ്. അപ്പോൾ ഇത് സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂണിൻ്റെ ഫാർ സൈഡിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമായിട്ട് ചൈന മാറും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവർ ഓൾറെഡി മൂണിൻ്റെ ഫാർ സൈഡിൽ ഒരു സോഫ്റ്റ് ലാൻഡിങ് ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. രണ്ടാമത് ഇപ്പോൾ ഈ ചാങ്കെ 6 വീണ്ടും അത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മൂണിൻ്റെ ഫാർ സൈഡിൽ ഇതുവരെ ലാൻഡ് ചെയ്തിട്ടുള്ള ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. അവർ 2 പ്രാവശ്യം സോഫ്റ്റ് ലാൻഡിങ് അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിലെ ആദ്യത്തെ മൂണിൻ്റെ ഫാർ സൈഡിൽ നിന്നുള്ള സാമ്പിൾ റിട്ടേൺ മിഷനാണ് ഈ ചാങ്കെ 6 എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഇവരിതിനു മുമ്പ് മൂണിൽ നിന്ന് ഓൾറെഡി സാമ്പിൾസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്ന സൈഡിൽ നിന്നാണ്. അതാണ് ചാങ്കെ 5 എന്ന് പറയുന്നത്. 2020 അവർ ഇത്തരത്തിൽ അവരുടെ ഫസ്റ്റ് സാമ്പിൾ റിട്ടേൺ മിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഈ പറയുന്ന ചാങ്കെ 6 അവർ ലാൻഡ് ചെയ്യിച്ചിട്ടുള്ളത് ഈ മൂണിൻ്റെ ഫാർ സൈഡിലുള്ള അവരുടെ നോർത്ത് ഈസ്റ്റ് ഒരു സൗത്ത് പോൾ ഐറ്റ്കൻ ബേസിൻ എന്നറിയപ്പെടുന്ന ഒരു ബേസിൻ ഉണ്ട്. അതിൻ്റെ നോർത്ത് ഈസ്റ്റേൺ എഡ്ജിലാണ് ഈ ചാങ്കെ 6 ഇപ്പോൾ ലാൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന സൗത്ത് പോൾ ഐറ്റ്കൻ ബേസിൻ എന്ന് പറയുന്നത് ആസ്ട്രോണമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. കാരണം നമ്മുടെ സോളാർ സിസ്റ്റത്തിനകത്തുള്ള ഏറ്റവും പഴക്കം ചെന്ന നോൺ ഇമ്പാക്റ്റ്, അതായത് മനുഷ്യനെ അറിയുന്ന ഏറ്റവും പഴക്കം ചെന്ന ഇമ്പാക്ട് ക്രേറ്റർ ആയിട്ട് അറിയപ്പെടുന്നത് ഈ സൗത്ത് പോൾ ഐറ്റ്കൻ ബേസിനെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലൂണർ എക്സ്പ്ലോറേഷനകത്ത് ഇത് അറിയപ്പെടാറുള്ളത് ഒരു ഗോൾഡൻ ബെൽറ്റ് എന്നുള്ള പേരിലാണ്. കാരണം അത്രയധികം സിഗ്നിഫിക്കൻസ് അവിടുന്ന് കളക്ട് ചെയ്യുന്ന സാമ്പിൾസിനുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇനി ഈ പറയുന്ന ചാങ്കെ 6 മിഷനകത്ത് അത് അവർ ലോഞ്ച് ചെയ്ത സമയത്ത് ഈ ചൈനയുടെ സാമ്പിൾ കളക്ഷൻ റിട്ടേണിംഗ് മിഷൻ അല്ലാതെ അത് കൂടാതെ മറ്റ് ചില രാജ്യങ്ങളുടെ പേലോഡ്സും കൂടി ഈ ചാങ്കെ 6 മിഷനകത്ത് അവർ ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഫ്രാൻസ്, ഇറ്റലി, സ്വീഡൻ, പാകിസ്ഥാൻ, റഷ്യ, സ്വിറ്റ്സർലാൻഡ്, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നൊക്കെ അവർ ആ രാജ്യങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുള്ള ഈ പേലോഡ്സിനെ ഇതിനകത്ത് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അത് ഈ ജൂൺ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ റിട്ടേൺ മിഷൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആവുമല്ലോ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതൊന്നും അറിഞ്ഞിരിക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് D-Day കുറിച്ചാണ്. അപ്പോൾ D-Day കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഈ D-Dayയുടെ 80ാം വാർഷികമാണ് 2024 നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇവന്റിനെ കുറിച്ചിട്ടുള്ള വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വേൾഡ് പേജിനകത്ത് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ D-Day എന്ന് പറയുന്നത് ബേസിക്കലി സെക്കൻഡ് വേൾഡ് വാറിനകത്തുള്ള വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് D-Day എന്ന് പറയുന്നത്. D-Day എന്ന് പറയുന്ന വാക്ക് ശരിക്കും മിലിറ്ററി ടെർമിനോളജിക്കകത്ത് ഒരു മേജർ ഓപ്പറേഷനൊക്കെ കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ലോഞ്ച് ചെയ്യുന്ന ദിവസത്തിനാണ് D-Day, അതുപോലെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്ന അവറിനെ H അവർ എന്നൊക്കെ വിളിക്കും. പക്ഷേ ഈ D-Day എന്നുള്ളത് ഏറ്റവും നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് 1944 ജൂൺ 6 നടത്തിയിട്ടുണ്ടായിരുന്ന നോർമൻഡി ലാൻഡിങ്ങിനെ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് വെസ്റ്റേൺ യൂറോപ്പിൽ നാസി ജർമ്മനിക്കെതിരായിട്ട് അലൈഡ് പവേഴ്സ് നടത്തിയിട്ടുള്ള ഒരു ലാൻഡിങ് ആൻഡ് എയർബോൺ ഓപ്പറേഷനാണ് ഈ നോർമൻഡി ലാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോർത്ത് വെസ്റ്റേൺ യൂറോപ്പിനെ റീക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അലൈഡ് പവേഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്ന കുറച്ചും കൂടി ഒരു ബിഗർ ഓപ്പറേഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് ഓപ്പറേഷൻ ഓവർലോഡ് എന്ന് പറയുന്നത്. ആ ഓപ്പറേഷൻ ഓവർലോഡിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോർമൻഡി ലാൻഡിങ് നടത്തുന്നത്. ഈ നോർമൻഡി ലാൻഡിങ് പോപ്പുലർലി അറിയപ്പെടുന്നത് D-Day എന്നുള്ള പേരിലാണ്. ഇനി നോർമൻഡി ലാൻഡിങ്ങിനെ ഒഫീഷ്യലി അതിൻ്റെ ഒരു മിലിറ്ററി കോഡ് നെയിം എന്ന് പറയുന്നത് ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ എന്നായിരുന്നു. അപ്പോൾ ഇത് ലോക ചരിത്രത്തിൽ തന്നെ, അല്ലെങ്കിൽ നമ്മളൊരു മിലിറ്ററി ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് സീബോൺ ഇൻവേഷനായിട്ട് അല്ലെങ്കിൽ ആംഫിബിയസ് ഇൻവേഷനായിട്ട് അറിയപ്പെടുന്നത് ഈ പറയുന്ന നോർമൻഡി ലാൻഡിങ് അല്ലെങ്കിൽ ഈ D-Day ഓപ്പറേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ D-Day ഓപ്പറേഷനാണ് പിന്നീട് ഈ വെസ്റ്റേൺ യൂറോപ്പിലുള്ള അലൈഡ് വിക്ടറീസിന് അല്ലെങ്കിൽ അലൈസ് വിജയിക്കാനും അല്ലെങ്കിൽ ജർമ്മനി പരാജയപ്പെടാനൊക്കെ ഉള്ള മിലിറ്ററി ഓപ്പറേഷൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ ഫ്രാൻസിന് ഈ നോർമൻഡി എന്ന് പറയുന്ന സ്ഥലം ബേസിക്കലി ഫ്രാൻസിലുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ ഫ്രാൻസിന് ജർമ്മനിയുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നതും ഈ പറയുന്ന ബാക്കിയുള്ള വെസ്റ്റേൺ യൂറോപ്പ് ജർമ്മനിയുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നതും ഒക്കെ ഈ പറയുന്ന D-Dayക്ക് ശേഷമാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ജെയ്ഡ്സ് GS-Z14O എന്ന് പറയുന്ന ഒരു ഡിസ്റ്റന്റ് ഗാലക്സിയെ കുറിച്ചാണ്. അപ്പോൾ ലോകത്തിൽ ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് വെച്ച് ഏറ്റവും ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഗാലക്സിയെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഐഡന്റിഫൈ ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 12 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ ലോകത്തിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഗാലക്സി ആയിട്ട് കണക്കാക്കുന്നത് ഇതാണ്. ഇത് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിനകത്തുള്ള ഒരു ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് അഡ്വാൻസ്ഡ് ഡീപ്പ്
എക്സ്ട്രാ ഗലാക്റ്റിക് സർവേ അല്ലെങ്കിൽ ജെയ്ഡ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഈ ജെയിംസ് സ്പേസ് ടെലസ്കോപ്പിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു പ്രോഗ്രാമാണ് ഇത് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം, ഈ ജെയ്ഡ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഏർലി യൂണിവേഴ്സിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ ഏർലി യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ യൂണിവേഴ്സ് ഫോം ചെയ്തിരുന്ന സമയത്ത് വന്നിട്ടുള്ള ഫസ്റ്റത്തെ ഗാലക്സികളെ കുറിച്ചൊക്കെ പഠിക്കുക, അതിന്റെ ഫോർമേഷൻസിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ജെയ്ഡ്സ് പ്രോഗ്രാമിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ജെയ്ഡ്സ് പ്രോഗ്രാമിലുള്ള സയന്റിസ്റ്റുകളാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു ഗാലക്സിയെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗാലക്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് ജെയിംസ് വെബ് ടെലസ്കോപ്പിനകത്തുള്ള ഒരു നിയർ ഇൻഫ്രാറെഡ് ക്യാമറ ഉണ്ട്, അല്ലെങ്കിൽ NIR ക്യാം എന്ന് പറയും. ആ നിയർ ഇൻഫ്രാറെഡ് ക്യാമറ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഗാലക്സിനെ ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ ഈ ജെയിംസ് വെബ് ടെലസ്കോപ്പിനെ കുറിച്ചും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ നിലവിൽ ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റും ഏറ്റവും പവർഫുള്ളും ആയിട്ടുള്ള സ്പേസ് ബേസ്ഡ് ഇൻഫ്രാറെഡ് ടെലസ്കോപ്പ് ആയിട്ട് അറിയപ്പെടുന്നത് ജെയിംസ് വെബ് ടെലസ്കോപ്പാണ്. അപ്പോൾ ഇത് ജെയിംസ് വെബ് എന്ന് പറയുന്ന നാസയുടെ പഴയൊരു ഹെഡ് ഉണ്ടായിരുന്നു, പുള്ളിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. 2021 നാസ ഇത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് നാസ മാത്രമായിട്ട് നടത്തുന്ന ഒരു മിഷൻ അല്ല ഈ ജെയിംസ് വെബ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. അത് നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും കനേഡിയൻ സ്പേസ് ഏജൻസിയും തമ്മിലുള്ള ഒരു കൊളാബറേഷൻ പ്രൊജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. നിലവിൽ അത് ഈ നമ്മുടെ സൺ എർത്ത് സിസ്റ്റത്തിനകത്തുള്ള ലഗ്രാഞ്ച് പോയിന്റ് 2 അല്ലെങ്കിൽ L2 എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് പൊസിഷൻ ചെയ്തിട്ടുള്ളത്. ഇനി ജെയിംസ് വെബ് ടെലസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഈ ബേസിക്കലി ഇവരുടെ പ്രധാനപ്പെട്ടൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഏർലി യൂണിവേഴ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ് ഫോം ചെയ്യുന്ന സമയത്ത് ഈ ബിഗ് ബാങ് തിയറിയുടെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സമയത്തിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റാറുകൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഗാലക്സീസിന്റെ ഫോർമേഷൻസ് ഇതിനെക്കുറിച്ചൊക്കെ ഒബ്സർവ് ചെയ്യുക. അതുപോലെ തന്നെ ഈ നിലവിലുള്ള വലിയ ഗാലക്സികൾ ഉണ്ടാകും, ഗ്രാൻഡ് സ്പൈറൽസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിലവിലുള്ള ഗ്രാൻഡ് സ്പൈറൽസുമായിട്ട് ഏർലിയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെയിൻറ്റസ്റ്റ് ആയിട്ടുള്ള ഗാലക്സീസിനെ കമ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ സ്റ്റാർസും ഗാലക്സീസും ഒക്കെ എങ്ങനെയാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഹാബിറ്റബിൾ ആയിട്ടുള്ള, പൊട്ടൻഷ്യലി ഹാബിറ്റബിൾ ആയിട്ടുള്ള, അതായത് മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ജീവജാലങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സോ പ്ലാനറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക. ഇതൊക്കെയാണ് ജെയിംസ് വെബ് ടെലസ്കോപ്പിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വെസ്റ്റ് ബാങ്കിനെ കുറിച്ചാണ്. അപ്പോൾ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഈ പലസ്തീൻ എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള 2 ടെറിട്ടറീസ് ഉണ്ട്. ഒന്ന് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഗാസ സ്ട്രിപ്പാണ്. രണ്ടാമത്തത്, അതിനകത്ത് ഏറ്റവും വലുത് ഈ വെസ്റ്റ് ബാങ്ക് ആണ്. അപ്പോൾ ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പേര് വരാനുള്ള കാരണം, അപ്പോൾ നിങ്ങൾ ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇസ്രായേലിൻ്റെയും ജോർദാൻ്റെയും അതിർത്തിയിലൂടെ ഒരു ജോർദാൻ റിവർ എന്ന് പറയുന്ന ഒരു റിവർ ഒഴുകുന്നുണ്ട്. ആ ജോർദാൻ റിവറിന്റെ വെസ്റ്റ് ബാങ്കിലായിട്ട്, അതായത് അവരുടെ പടിഞ്ഞാറേ ഭാഗത്തുള്ള കരയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്തിനെ വെസ്റ്റ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ടെറിട്ടറി, ഇത് ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പേരിലൊരു ടെറിട്ടറി ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു ടെറിട്ടറിനെ വെസ്റ്റ് ബാങ്ക് എന്ന് വിളിക്കാൻ തുടങ്ങുന്നത് 1948 ഫസ്റ്റ് അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷമാണ്. കാരണം ഈ ഒരു പ്രദേശവും ഗാസ ഒഴികെയുള്ള ബാക്കിയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ഈ ഫസ്റ്റ് അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ഈ ഇസ്രായേൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ജോർദാൻ റിവറിന്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കുക. ഇനി ഈ വെസ്റ്റ് ബാങ്കുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഈസ്റ്റേൺ സൈഡിൽ കിടക്കുന്നത് ജോർദാൻ റിവറും അതുപോലെ തന്നെ ജോർദാൻ എന്ന് പറയുന്ന രാജ്യവും, പിന്നെ അതുപോലെ തന്നെ ഡെഡ് സീയുടെ ഒരു സൗത്ത് ഈസ്റ്റ് ആയിട്ട് കിടക്കുന്നത് നമ്മൾ ചാവുകടൽ എന്നൊക്കെ വിളിക്കുന്ന ഡെഡ് സീ എന്ന് പറയുന്ന വളരെ സലിനിറ്റി ഉള്ള ഒരു ഇൻലൻഡ് വാട്ടർ ബോഡി ഉണ്ട്. ആ ഡെഡ് സീ എന്ന് പറയുന്ന തടാകമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ബാക്കിയുള്ള എല്ലാ മേഖലകളിലും, അതായത് ഇവരുടെ നോർത്ത് ആണെങ്കിലും സൗത്ത് ആണെങ്കിലും വെസ്റ്റ് ആണെങ്കിലും കിടക്കുന്നത് ഇസ്രായേലാണ്. ഓക്കെ, ഇനി വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ പാലസ്തീൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ ഗാസ പോലെയല്ല വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഒരു ഇസ്രായേലി മിലിറ്ററി ഓക്യുപ്പേഷൻ്റെ കീഴിലാണ് വെസ്റ്റ് ബാങ്ക് ഉള്ളത്. അതായത് 1967 തൊട്ടേ ഇപ്പോൾ ഇസ്രായേലി സുപ്രീം കോടതിയുടെയും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ഒക്കെ വിധികളനുസരിച്ച് 1967 തൊട്ട് ഇസ്രായേലി മിലിറ്ററി ഓക്യുപ്പേഷനിലുള്ള ഒരു സ്ഥലമാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇത് വലിയൊരു പ്രദേശമായിട്ട് തോന്നും, ഇതിനകത്ത് പലസ്തീൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ വെസ്റ്റ് ബാങ്കിലുള്ള മെജോറിറ്റി ഏരിയാസും ഏകദേശം 60% സ്ഥലങ്ങളും ഇസ്രായേലി ഓക്യുപ്പേഷനിലാണുള്ളത്. ബാക്കിയുള്ള കുറച്ച് ഏരിയാസ് ഇസ്രായേലി മിലിറ്ററി ഓക്യുപ്പേഷൻ്റെ കീഴിൽ പാർഷ്യലി ഒരു പലസ്തീനിയൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ബോർഡ് ഉണ്ട്, ഫത്താ പാർട്ടി അല്ലെങ്കിൽ പഴയ PLO കൺട്രോൾ ചെയ്യുന്ന മഹ്മൂദ് അബ്ബാസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആ പലസ്തീനിയൻ അതോറിറ്റിയുടെ കൺട്രോളിലാണ് ഇതിൻ്റെ ഈ വെസ്റ്റ് ബാങ്കിൻ്റെ വളരെ ചെറിയ ചില എൻക്ലേവുകൾ. ഓക്കെ, ഈ വെസ്റ്റ് ബാങ്കിനെ അവർ നമ്മളിതിന് മുമ്പ് ഡെയിലി ന്യൂസ് ചാനൽസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓസ്ലോ അക്കോർഡ്സിൻ്റെ സമയത്ത് ABC എന്ന് പറഞ്ഞിട്ട് 3 ടെറിട്ടറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ C എന്ന് പറയുന്ന ടെറിട്ടറിയുടെ ചില ഭാഗങ്ങൾ
ഈ പലസ്തീനിയൻ അതോറിറ്റീസ് ആണ് ഭരിക്കുന്നത്. ഇതിങ്ങനെ ഒരു ബേസിക്കലി ഇതിൻ്റെ ശരിക്കും ഈ വെസ്റ്റ് ബാങ്കിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു ഒറ്റ ടെറിട്ടറി ആയിട്ടല്ല കിടക്കുന്നത്, ഒരു ഈ പറയുന്ന ഒരു വെബ് പോലെയാണ് ബേസിക്കലി ഇത് കിടക്കുന്നത്. ഇതിനകത്ത് കുറേ ഭാഗങ്ങൾ ഈ ഇല്ലീഗലായിട്ടുള്ള ഇസ്രായേലി സെറ്റിൽമെൻറ്റുകളും അതിൻ്റെ ഇടയ്ക്കുള്ള ചില പ്രദേശങ്ങൾ ഈ പലസ്തീൻ അതോറിറ്റി ഭരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഒക്യുപ്പൈഡ് വെസ്റ്റ് ബാങ്ക് എന്നൊക്കെ നോർമലി ഈ ഇൻ്റർനാഷണൽ ഫീൽഡിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ UN പോലുള്ള ഏജൻസീസൊക്കെ പരാമർശിക്കാനുള്ള കാരണം. 1967 തൊട്ട് ഇത് ഇസ്രായേലി ഒക്യുപ്പേഷനിലാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ അവിടുത്തെ നിയമങ്ങളും അല്ലെങ്കിൽ ഇസ്രായേലിലുള്ള ഒഫീഷ്യലായിട്ടുള്ള റെക്കോർഡ്സിലെല്ലാം തന്നെ വെസ്റ്റ് ബാങ്കിനെ അവർ വിളിക്കുന്നത് ജുദയോ ആൻഡ് സമാറിയ ഏരിയ എന്നുള്ള പേരിലാണ്. ഓക്കെ, ആ ഒരു പേരും പറഞ്ഞിട്ടാണ് വെസ്റ്റ് ബാങ്കിനെ അവർ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. സോ ഈ വെസ്റ്റ് ബാങ്കിനകത്തുള്ള റാമല്ല എന്ന് പറയുന്ന ഒരു നഗരമുണ്ട്. ഈ റാമല്ലയാണ് ഇപ്പം നിലവിൽ ഈ സ്റ്റേറ്റ് ഓഫ് പലസ്തീൻ്റെ ഒരു ഡിഫാക്റ്റോ ക്യാപിറ്റലായിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കലി അവരുടെ ക്യാപിറ്റലായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ പറയുന്ന സ്റ്റേറ്റ് ഓഫ് പലസ്തീൻ്റെ ഒഫീഷ്യൽ ക്യാപിറ്റലായിട്ട് അവർ ഇപ്പോഴും പറയുന്നത് ഈസ്റ്റ് ജെറുസലേമിനെയാണ്. പക്ഷേ ഈസ്റ്റ് ജെറുസലേം ഒക്കെ 67 തൊട്ട് ഇസ്രായേലി ഒക്യുപ്പേഷനിലിരിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.